നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം. ഉറപ്പായിട്ട് കുറേ കണക്റ്റഡ് ഫാക്ട്സുമായിട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പല രീതിയിൽ കോശം ഞാൻ കൊണ്ടുവന്നു, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ വ്യത്യസ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുവിധം റേഞ്ച് വെച്ച് പഠിക്കുക. പരീക്ഷകളിങ്ങെത്തി, പ്രിലിംസ് പരീക്ഷകളെയൊക്കെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം എപ്പോഴെങ്കിലും ആ ലിസ്റ്റിൻ്റെ എവിടെ കിടന്നാലും ജോലി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതും ഇപ്പോൾ അവസാന സമയത്ത് കിടന്ന് പഠിക്കുന്നവരുടെ ഒക്കെ പ്രധാന ശ്രദ്ധിച്ച് പോർഷൻസ് കവർ ചെയ്യുക, റിവിഷൻ നടത്തുക. കറണ്ട് അഫേഴ്സിൽ കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട മെയിൻ കാര്യങ്ങൾ നല്ല രീതി ഫോളോ ചെയ്തു പോകണം. അപ്പോഴത്തേക്ക് നിങ്ങൾ സെറ്റ് ആവുമെന്നേ, ധൈര്യമായിട്ട് മുന്നോട്ടോ, വേറെ ഒന്നും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിന് മുമ്പ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർപ്പിപ്പിക്കാം. പഴയ കാര്യങ്ങളൊക്കെ ഉത്തരങ്ങൾ കിട്ടുന്നോന്ന് നോക്കുക. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? ഹിന്ദു സ്വരാജ് അല്ലേ? ഹിന്ദു സ്വരാജാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി. 1909 ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയെന്ന് ചോദിച്ചാലും ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ പറയുന്നത്. 1906 ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതല്ലേ നെൽസൺ മണ്ടേല? ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി. ഈ നെൽസൺ മണ്ടേലയ്ക്കാണ് ഇന്ത്യയിൽ ഭാരതരത്നം നേടിയ രണ്ടാമത്തെ വിദേശി. രണ്ട് വിദേശികൾക്ക് ഇന്ത്യയിൽ എന്ത് കിട്ടിയിട്ടുള്ളൂ? ഭാരതരത്നം ലഭിച്ചിട്ടുള്ളൂ. ആദ്യം ലഭിച്ചത് 1987 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും, രണ്ടാമത് ലഭിച്ചത് 1990 നെൽസൺ മണ്ടേലയും. അപ്പോൾ ഭാരതരത്നം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികൾ ലഭിച്ച രണ്ട് വിദേശികൾ, ഒന്ന് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും, രണ്ട് നെൽസൺ മണ്ടേലയും. ഈ ഭാരതരത്നം കൊടുത്തു തുടങ്ങിയത് 1954. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്നം കൊടുത്തു തുടങ്ങിയ വർഷം 1954. 3 പേർക്ക് ആദ്യം ലഭിച്ചത് സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവർക്കാണ് ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്നത്. ഭാരതരത്നം ഫലകം രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദൻലാൽ ബോസാണ്. ഭാരതരത്ന ഫലകം രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദൻലാൽ ബോസാണ്. നന്ദൻലാൽ ബോസിന്റെ പ്രധാന ചിത്രമല്ലേ ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഉമയുടെ തപസ്യ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നും സതിയും ഉമയുടെ തപസ്യയും ഇതൊക്കെ ആരുടെ പ്രശസ്ത പെയിന്റിങ്ങാ? നമ്മുടെ നന്ദൻലാൽ ബോസിന്റെ. അപ്പം ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാരാണ്? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ നന്ദൻലാൽ ബോസാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ, നദി, സതി, ഉമയുടെ തപസ്യ. ഇതൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ ഗ്രാമീണ ജീവിതം ആരുടെ പെയിന്റിംഗ് എന്ന് ചോദിച്ചിട്ടില്ലേ? ഗ്രാമീണ ജീവിതം ആരുടെ പെയിന്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരുടെയായിരുന്നു? ഗ്രാമീണ ജീവിതം അമൃത ഷെർഹിലിന്റെയാണ്. അപ്പൊ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നന്ദൻലാൽ ബോസിന്റെയും. ഗ്രാമീണ ജീവിതം ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെയാ? ഗ്രാമീണ ജീവിതം അമൃത ഷെർഹിലിന്റെയാണ്. കേരള ചിത്രകലയുടെ പിതാവല്ലേ രാജാ രവിവർമ്മ? രാജാ രവിവർമ്മയാണ് കേരളത്തിന്റെ ചിത്രകലയുടെ പിതാവ്. കേരളത്തിന്റെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ KCS പണിക്കരെ പറയാവൂ. കേരള ചിത്രകലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ രാജാ രവിവർമ്മയും. കേരളത്തിന്റെ ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കരാണ്. രാജാ രവിവർമ്മയുടെ കൊട്ടാരമാണ് കിളിമാനൂർ കൊട്ടാരം. കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിയാണ് നമ്മുടെ രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ ആർട്സ് കോളേജ് മാവേലിക്കരയിലുണ്ട്. ഈ രാജാ രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്ത കൃതിയാണ് മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഹംസവും ദമയന്തിയും, അമ്മയും കുഞ്ഞും, ദർഭമുന കൊണ്ട ശകുന്തള, അമ്മയും കുഞ്ഞും, ഹംസവും ദമയന്തിയും, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, മലബാർ മനോഹരി, മൈസൂർ ഖേദ. ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ രാജാ രവിവർമ്മയുടെ. സ്വാമി വിവേകാനന്ദനോടൊപ്പം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? സ്വാമി വിവേകാനന്ദനോടൊപ്പം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയും നമ്മുടെ രാജാ രവിവർമ്മ. എന്നാ ചിക്കാഗോ സർവമത സമ്മേളനം 1893. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ ചിക്കാഗോ സർവമത സമ്മേളനം ഏത് വർഷം? 1893 ചിക്കാഗോ സർവമത സമ്മേളനം. സ്വാമി വിവേകാനന്ദ
വിവേകാനന്ദന്റെ ഗുരുവല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദന്റെ സംഘടനയുടെ പേരല്ലേ രാമകൃഷ്ണ മിഷൻ? അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവിന്റെ പേരെന്താണ്? ഗുരുവിന്റെ പേര് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹത്തിന്റെ ശിഷ്യയുടെ പേര് സിസ്റ്റർ നിവേദിത എന്നതാണ്. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദന്റെ രണ്ട് പത്രങ്ങൾ, പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം ആരുടെ പത്രങ്ങളാണ്? സ്വാമി വിവേകാനന്ദന്റെ പത്രങ്ങളാണ്. അപ്പൊ 1897 എന്താ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1897 വേറൊരു പ്രത്യേകത. INC-യിൽ ഒരേ ഒരു മലയാളി പ്രസിഡന്റ് വന്നത് ഏത് വർഷം? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ? ശ്രീ ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ വന്ന വർഷം ഏതാണ് INC-യിൽ പ്രസിഡന്റ് ആയത്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. പാലക്കാടുകാരനാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത കൃതി അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഗാന്ധിയും അരാജകത്വവും ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിയും അരാജകത്വം ആരുടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടതായ സി ശങ്കരൻ നായരുടെ. അപ്പൊ പാലക്കാട് മങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ജനിച്ച വ്യക്തിയല്ലേ VP മേനോൻ. അപ്പൊ പാലക്കാട് ഒറ്റപ്പാലംകാരനാരെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോൻ. അദ്ദേഹം ജനിച്ചത് എവിടെ? പാലക്കാട് ഒറ്റപ്പാലം. നമ്മൾ ഒറ്റപ്പാലം ഒരു ചോദ്യം പഠിച്ചിട്ടുണ്ട്. 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാൽ? പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച്. ടി പ്രകാശമല്ലേ ആദ്യത്തെ അധ്യക്ഷൻ? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ചാണ്? പാലക്കാട് ഒറ്റപ്പാലം. പാലക്കാടല്ലേ പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? പറമ്പിക്കുളമാണ്. 1973 റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ പറമ്പിക്കുളമാണ്. എന്നാ വന്നത് പറമ്പിക്കുളം? 1921 റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന IUCN ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. റെഡ് ഡേറ്റ ബുക്ക് ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ രേഖകൾ എഴുതിയ ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ഈ റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന IUCN. 1948 സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി വന്ന സംഘടനയാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി വന്ന സംഘടനയാണ് IUCN. IUCN-ലാണ് റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഈ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം WWF. അപ്പം WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് പറയേണ്ടത്. IUCN-ന്റെയും WWF-ന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിൽ എവിടെയാണ്? ഗ്ലാൻഡ് ആണ് നമ്മൾ പറയേണ്ടത്. സ്വിറ്റ്സർലൻഡ് അല്ലാതെ നമ്മളൊരു ചോദ്യം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്ത്യയിൽ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. ധവള വിപ്ലവത്തിന്റെ പിതാവ് കോഴിക്കോടുകാരനായ വർഗീസ് കുര്യനാണ്. മാക്സേസെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാലും വർഗീസ് കുര്യനാണ്. മാക്സേസെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ആരാണ്? വർഗീസ് കുര്യൻ. അപ്പൊ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്പറേഷൻ ഫ്ലഡ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെടുന്നു ചോദിച്ചാൽ പാലും പാലുൽപ്പന്നങ്ങളുടെയുമായി ബന്ധപ്പെട്ട ധവള വിപ്ലവത്തിന്റെ പിതാവാരാണ്? വർഗീസ് കുര്യൻ. ഏത് ജില്ലക്കാരനാണ്? കോഴിക്കോടുകാരനാണ് വർഗീസ് കുര്യൻ. ഈ കോഴിക്കോടല്ലേ കേരളത്തിലെ ആദ്യത്തെ മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത്? കേരളത്തിൽ മലബാറിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത് കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. 1972 കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത്. അപ്പൊ മലബാറിലെ ഈ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിപ്പുഴയിലാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 എവിടെ വന്നത്? കോഴിക്കോട്. ഈ കോഴിക്കോടല്ലേ ഓട് വ്യവസായത്തിന് ഫേമസ് ആയ ഫറോക്ക് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ കേരളത്തിൽ ഓട് വ്യവസായത്തിന് ഫേമസ് ആയ കേന്ദ്രമായ ഫറോക്ക് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. അതുപോലെ കേരളത്തിലെ തടി വ്യവസായത്തിന് ഫേമസ് ആയ സ്ഥലമായ കല്ലായി എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ?
തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ. ഈ കോഴിക്കോട് അടക്കി ഈ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കൊളാവി പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കൊളാവി പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ. പിന്നെയും പഠിച്ചിട്ടുണ്ട് ഈ കോഴിക്കോട് ജില്ലയിലല്ലേ ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് കോഴിക്കോടാണ്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കീഴറിയൂർ ബോംബ് കേസ് നടന്നതും കോഴിക്കോടല്ലേ? കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കീഴറിയൂർ ബോംബ് കേസ് നടന്നത് എവിടെയാണ്? കോഴിക്കോട്. ഏത് വർഷമാണ് കീഴറിയൂർ ബോംബ് കേസ്? 1942. കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് KB മേനോനെയല്ലേ? കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? KV മേനോനാണ് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഒരു ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരുടെയാണ്? ലാലാ ലജ്പത് റായ്. നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം എടുത്തത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം എടുത്തത് ആനന്ദമഠം എന്ന കൃതിയിലാണ്. എന്നാ വന്ദേ മാതരം ആദ്യമായി പാടിയത്? 1896. വന്ദേ മാതരം ആദ്യമായി പാടിയത് 1896. ജനഗണമന ആദ്യമായി പാടിയത് 1911. ജനഗണമന 1911 വന്ദേ മാതരം ഏത് വർഷം? 1896. ഇത് രണ്ടും ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ചോദിക്കും. 1950 ജനുവരി 24. അപ്പൊ വന്ദേ മാതരവും ജനഗണമനയും ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് എന്ന 1950 ജനുവരി 24 പറയാവും. ജനുവരി 26 ഒരെണ്ണമുണ്ട് ദേശീയ ചിഹ്നമായ സിംഹമുദ്ര അംഗീകരിച്ചതെന്ന്. 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നമായ സിംഹമുദ്ര അംഗീകരിച്ചത്. അപ്പൊ ജനുവരി 24 വന്ദേ മാതരവും ജനഗണമനയും അംഗീകരിച്ചെങ്കിൽ ജനുവരി 26 എന്താ അംഗീകരിച്ചു? ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. 50 ജനുവരി 25 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. 1950 ജനുവരി 25 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. അതുകൊണ്ട് ജനുവരി 25 വോട്ടേഴ്സ് ദിനം നമ്മൾ പഠിക്കാറില്ലേ? സമ്മതിദായക അവകാശ ദിനം എന്ന്. സമ്മതിദായക ദിനം എന്നൊക്കെ ചോദിച്ചാൽ ഏത് ദിവസം? ജനുവരി 25 നമ്മൾ പറയേണ്ടത് അല്ലെ? ഈ പോളിംഗ് ബൂത്തിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലെ ശ്യാം ചരൺ നേഗിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറിന്റെ പേരെന്താണ്? ശ്യാം ചരൺ നേഗിയാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത്. ആദ്യത്തെ വോട്ടറിന്റെ പേര് ശ്യാം ചരൺ നേഗി. പക്ഷേ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? മണിപ്പൂർ. മണിപ്പൂരിലല്ലേ ഇന്ത്യയിലെ ഒരു ഒഴുകുന്ന ദേശീയ പാർക്കുള്ളത്? ഇന്ത്യയിലെ ഒരു ഒഴുകുന്ന ദേശീയ പാർക്കുള്ളത് മണിപ്പൂരിലെ ഒരു തടാകത്തിനകത്താ. ഏതാ? ലോക്താക് തടാകത്തിനകത്തുള്ള കെയ്ബുൾ ലഞ്ചാവോ. അപ്പൊ മണിപ്പൂരിലാണ് ഏത് തടാകം? ലോക്താക് തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. ലോക്താക് തടാകത്തിനകത്താണ് എന്ത് വരുന്നത്? കെയ്ബുൾ ലഞ്ചാവോ ഒഴുകുന്ന ദേശീയ പാർക്ക്. ഈ മണിപ്പൂരിലല്ലേ കുക്കീസ് കലാപം നടക്കുന്നത്? അപ്പൊ കുക്കീസ് കലാപം നടക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? മണിപ്പൂരിലാണ് കുക്കീസ് കലാപം നടക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരിനെയാ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണെങ്കിൽ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏതാ? മധ്യപ്രദേശ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് ഒഡീഷയാണ്. അപ്പൊ ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഒഡീഷ, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂര്, ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെയാണ്. അപ്പൊ ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്?
ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാ? അമരാവതി. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതി. അപ്പൊ ഹൈദരാബാദ് എങ്ങോട്ട് പോയി? തെലുങ്കാനയുടെ തലസ്ഥാനമായി മാറി. അപ്പൊ തെലുങ്കാനയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹൈദരാബാദും ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അമരാവതിയുമാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ആന്ധ്രയല്ലേ? ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. എന്നാ വന്നേ? 53-ലാണ്. 53-ൽ വന്നത് ഈ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം കിടന്ന് മരണമടഞ്ഞ വ്യക്തിയല്ലേ പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു അമരജീവി എന്നൊരു വിശേഷണമുണ്ട്. പോറ്റി ശ്രീരാമലുവിനെ അമരജീവി എന്നറിയപ്പെടുന്നു. അപ്പൊ ആന്ധ്ര എന്നാടെ വന്നത്? ആന്ധ്ര വന്നത് 1953. ആന്ധ്രാപ്രദേശ് ആയതെന്ന അത് 1956 നവംബർ 1-നാണ്. അപ്പൊ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനമായത് 1956 നവംബർ 1. അപ്പൊ ആന്ധ്രയുടെ തലസ്ഥാനം ഏതാണ്? ആന്ധ്രയുടെ തലസ്ഥാനം അമരാവതി. തെലുങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? തെലുങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഇപ്പൊ ഏതാ? ജമ്മു കാശ്മീർ മാറിയിട്ട് ഹിമാചൽ പ്രദേശായി. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും തെക്കേറ്റത്തെ സംസ്ഥാനം തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ് അല്ലെ. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനമല്ലേ അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനമല്ലേ ഗുജറാത്ത്. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഗുജറാത്ത്, ഇന്ത്യയുടെ കിഴക്ക് അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ വടക്ക് ഹിമാചൽ പ്രദേശ്, ഇന്ത്യയുടെ തെക്ക് കന്യാകുമാരി. ഇന്ത്യയുടെ തെക്ക് ഏതാണ്? കന്യാകുമാരിയാണ് ഇന്ത്യയുടെ. ഒരുവിധം കുറച്ചായി ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ നടത്താം. ഇനി ഇടയ്ക്ക് പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇടയ്ക്ക് വെക്കാം. അപ്പൊ കായികവുമായി ബന്ധപ്പെട്ട നല്ല കുറേ ഇന്ത്യയിൽ ചോദിക്കാൻ പറ്റിയതും കേരളത്തിൽ ചോദിക്കാൻ പറ്റിയ കുറേ ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വിളിക്കുന്നത് ഏതാണ്? ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വിളിക്കുന്നത് സന്തോഷ് ട്രോഫിയാണ് അല്ലെ. സന്തോഷ് ട്രോഫി എന്നാ വന്നേ? 1941 മുതലാണ്. അപ്പൊ സന്തോഷ് ട്രോഫി ഫുട്ബോൾ തുടങ്ങിയ വർഷം എന്നാണ്? 1941-ലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഈ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണോ? അല്ല, പണ്ടത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഇപ്പൊ അത് ബംഗ്ലാദേശിന്റെ ഭാഗമായി കിടക്കുന്ന നാട്ടുരാജ്യം. അവിടുത്തെ രാജാവായ മന്മദ് റോയ് ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനൊരു ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയത്. അപ്പോൾ സന്തോഷ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ രാജാവായ മന്മദ് റോയ് ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ട് എന്ത് തുടങ്ങി? നമ്മുടെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ തുടങ്ങി. എന്നാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ തുടങ്ങിയത്? 1941-ലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആദ്യം ലഭിച്ചത് ബംഗാളിനാണ്. എതിരാളി ഡൽഹിയാണ്. അപ്പൊ സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ ആദ്യ വിജയി ആരെന്ന് ചോദിച്ചാൽ ആരാ? ബംഗാൾ. എതിരാളി ആരാണ്? ഡൽഹിയാണ് അല്ലെ. അപ്പം 2ാം സ്ഥാനം കിട്ടുന്നവർക്ക് കൊടുക്കുന്ന ട്രോഫിയുടെ പേര് കമല ഗുപ്ത ട്രോഫിയാണ്. 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് സന്തോഷ് ട്രോഫി എന്നും 2ാം സ്ഥാനം കിട്ടുന്നവർക്ക് കമല ഗുപ്ത ട്രോഫി എന്നും 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് സാംബാഗി കപ്പ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ സന്തോഷ് ട്രോഫിയിലെ ആദ്യ 3 സ്ഥാനക്കാരുടെ കപ്പുകൾ ഏതൊക്കെയാണ്? 1ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഏതാ? സന്തോഷ് ട്രോഫി. 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഏതാണ്? കമല ഗുപ്ത ട്രോഫി. 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഏതാണ്? സാംബാഗി കപ്പ് അല്ലെ. അപ്പം സാംബാഗി കപ്പ് മൈസൂർ ഫുട്ബോൾ ഫെഡറേഷനാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. അതുപോലെ കേരളം 7 തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 7 തവണ. ആദ്യമായി ലഭിച്ചത് 1973, 74-ലാണ് കേരളത്തിന് ആദ്യമായി ലഭിച്ചത് അല്ലേ. പിന്നെ 91, 92, പിന്നെ 92, 93, 2001, 2002, 4, 5, 17, 18, 2021, 22 അങ്ങനെ 7 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുണ്ട്. ആദ്യം ലഭിച്ചത് ഏത് വർഷമാണ്? 1972, 73. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്? TKS മണിയാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരാണ്? TKS മണി. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി വിജയി ആരെന്ന് ചോദിച്ചാൽ ബംഗാളാണ്. 33 തവണ രചിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടിയ കിരീടം നേടിയത് ആരാണ്? നമ്മുടെ ബംഗാളാണ്. 33 തവണ. കഴിഞ്ഞ പ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ആർക്കാ വിജയിച്ചതെന്ന് ചോദിച്ചാൽ സർവീസസിനാണ് കിട്ടിയത്. വേദി ആസാമിൽ വെച്ചാണ്. നമ്മുടെ കേരളമായിരുന്നു റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2025-ലെ സന്തോഷ് ട്രോഫി നേടിയത് സർവീസസും എതിരാളി കേരളവുമായിരുന്നു. വേദി എവിടെ വെച്ചായിരുന്നു? ആസാമിൽ വെച്ചായിരുന്നു. 25, 26. ഇപ്പോഴത്തെ 25, 26 ഭാഗ്യചിഹ്നം സിൻഹ എന്ന് പറയുന്ന കടുവയായിരുന്നു ഈ പ്രാവശ്യത്തെ. ഓർത്തു വെച്ചിരിക്കണേ. ഉറപ്പായിട്ട് ഈ കറണ്ട് അഫേഴ്സ് കയറി വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഏകദേശം സന്തോഷ് ട്രോഫിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയുടെ പേരെന്താ? ഇന്ത്യയിലെ ഏറ്റവും
ഉയർന്ന കായിക ബഹുമതിയുടെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്ന 2021 മുതൽ ഇതിന്റെ പേര് മാറ്റിയിട്ട് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി. അപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഹോക്കി മാന്ത്രികൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ പേരിലാണ് ഇപ്പോൾ ഖേൽരത്ന പുരസ്കാരം അറിയപ്പെടുന്നത്. 1900 ഖേൽരത്ന പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1991-92 സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ചെസ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദിനാണ്. അപ്പൊ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദിനാണ്. 91-92 ആദ്യ വനിത, നമ്മുടെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായ കർണം മല്ലേശ്വരിക്ക്. അപ്പൊ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായ കർണം മല്ലേശ്വരി 1994-95 അവർക്കാണ് ആദ്യമായി ലഭിക്കുന്നത് കർണം മല്ലേശ്വരി. 3 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി 3 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാ നോക്കാം. ഒന്ന് KM ബീനാമോൾ 2002, അഞ്ജു ബോബി ജോർജ് 2003, പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ PR ശ്രീജേഷിനും കിട്ടി. 2021 PR ശ്രീജേഷിനും. അപ്പം ഖേൽരത്ന പുരസ്കാരം, ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച 3 മലയാളികൾ ആരൊക്കെയാണ്? KM ബീനാമോൾ 2002, അഞ്ജു ബോബി ജോർജ് 2003, PR ശ്രീജേഷ് ഏത് വർഷം? 2021 PR ശ്രീജേഷിന് ലഭിക്കുന്നത്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് പോയാൽ ഇന്ത്യയിലെ മറ്റൊരു കായിക മേഖലയിലെ ഓരോ വർഷത്തെ പെർഫോമൻസ് അനുസരിച്ച് പ്രഗത്ഭരായവർക്ക് അർജുന അവാർഡ് കൊടുക്കാറുണ്ട്. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. അർജുന അവാർഡ് പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. അർജുന അവാർഡ് പുരസ്കാര തുക എത്രയാണ്? 15. അപ്പൊ ഖേൽരത്നയ്ക്ക് എത്രയാണ്? 25 ലക്ഷം രൂപ. അപ്പൊ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള കായിക പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഖേൽരത്ന. അർജുന അവാർഡ് 15 ലക്ഷം. വർഷം പഠിക്കണേ, 1961 അർജുന അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി C ബാലകൃഷ്ണനാണ്. 1965 പർവ്വതാരോഹണത്തിനാണ് അദ്ദേഹത്തിന്. എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യത്തെ ഈ മലയാളി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? എവറസ്റ്റ് കയറിയ ആദ്യത്തെ മലയാളി C ബാലകൃഷ്ണൻ 1965 പർവ്വതാരോഹണവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്? അർജുന അവാർഡ് കിട്ടുന്നത്. ഇമ്പോർട്ടന്റ് അടുത്ത പോയിന്റ് ഒക്കെ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വോളിബോൾ ചാമ്പ്യനായ KC ഏലമ്മ 75. അപ്പൊ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ആരാ? അത് KC ബാലകൃഷ്ണനും. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ആരാ? KC ഏലമ്മ 75 വോളിബോൾ ആണ്. അടുത്തത് ഇനി മികച്ച കോച്ചുകൾക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന ദ്രോണാചാര്യ അവാർഡ് 1985 കൊടുത്തു തുടങ്ങി. 1985 ദ്രോണാചാര്യ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് 3 പേർക്കാണ്. നമ്മുടെ PT ഉഷയുടെ കോച്ചായ മലയാളിയായ OM നമ്പ്യാർ അത്ലറ്റിക്സിലും, പിന്നെ ബോക്സിംഗ് കോച്ചായ ഓം പ്രകാശ് ഭരദ്വാജ്, ഗുസ്തിയുടെ കോച്ചായ ബാലചന്ദ്ര ഭാസ്കർ, ഇവർക്ക് 3 പേർക്കുമാണ് എന്ത് കിട്ടുന്നത്? ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഇന്ത്യയിൽ മികച്ച പരിശീലകർക്ക് നൽകുന്ന കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? ദ്രോണാചാര്യ അവാർഡ്. ഏത് വർഷമാണ്? 1985 ആദ്യം ലഭിച്ച മലയാളിയുടെ പേരെന്താണ്? KM നമ്പ്യാർ. ആരുടെ കോച്ചാണ്? PT ഉഷയുടെ കോച്ചാണ് KM നമ്പ്യാർ എന്ന് പറയുന്നത്. പുരസ്കാര തുക ഇപ്പോൾ 2 രീതി കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 15 ലക്ഷം രൂപയും റെഗുലർ അവാർഡായിട്ട് 10 ലക്ഷം രൂപയായിട്ടാണ് ഇപ്പോൾ ഈ അവാർഡ് കൊടുക്കുന്നത്. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യമായി ഒരു വിദേശ പരിശീലകനുണ്ട്. BA ഫെർണാണ്ടസ്. ബോക്സിംഗ് താരമായ BA ഫെർണാണ്ടസിനാണ്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ഈ അടുത്ത കാലത്ത് 2025 മലയാളിയായ രാധാകൃഷ്ണൻ നായർ അത്ലറ്റിക്സിൽ ദ്രോണാചാര്യ, പുല്ലേല ഗോപിചന്ദ് ബാഡ്മിന്റൺ, ക്രയാക് ഫുൾടോൺ ഹോക്കി, ഇവർക്ക് 3 പേർക്കുമാണ് ഈ അടുത്ത കാലത്ത് 25 ഈ അടുത്ത കാലത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മലയാളിയായ രാധാകൃഷ്ണൻ നായർക്കും എന്ത് കിട്ടി? അത്ലറ്റിക്സിൽ നമ്മുടെ ദ്രോണാചാര്യ അവാർഡ്. പിന്നെ ഗോപിചന്ദ്, പുല്ലേല ഗോപിചന്ദ്, ഇതല്ലാതെയും ചോദിക്കും ഏത് കായിക ഇനം പഠിച്ചു വെച്ചിരിക്കണം എല്ലാവരും. പുല്ലേല ഗോപിചന്ദ് ഏത് കായിക ഇനമാണ്? ബാഡ്മിന്റൺ. ക്രയക് ഫുൾട്ടൺ എന്ന് പറയുന്ന ഹോക്കി കോച്ചിനും ലഭിച്ചിട്ടുണ്ട്.
ഇനി കേരള കായിക മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം GV രാജ പുരസ്കാരമാണ്. ഗോദവർമ്മ രാജ പുരസ്കാരം എന്ന് വിളിക്കുന്നുണ്ട്. GV രാജ പുരസ്കാരം 3 ലക്ഷം രൂപയാണ്. ഇത് കൊടുത്തു തുടങ്ങിയത് 1991. ആദ്യം ലഭിച്ചത് PT ഉഷ, അവസാനമായി ലഭിച്ചു നിൽക്കുന്നത് ടിൻഡു ലൂക്കയ്ക്കാണ്. GV രാജ പുരസ്കാരം അവസാനമായി ലഭിച്ചിരിക്കുന്നത് ടിൻഡു ലൂക്ക. അപ്പോൾ GV രാജ പുരസ്കാരമാണ് കേരള കായിക മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ഈ ഇമ്പോർട്ടൻറ്റ് നോക്കെ. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് പറയുന്നത് ഓഗസ്റ്റ് 29. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. അതായത് കേരളത്തിന്റെ പിതാവായ ഗോദവർമ്മ രാജ അഥവാ GV രാജയുടെ ജന്മദിനം. അപ്പോൾ ഗോദവർമ്മ രാജ അഥവാ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായിട്ട് പറയുന്നത്. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 ഇന്ത്യൻ കായിക ദിനമായിട്ട് പറയുന്നത്. GV രാജയ്ക്ക് എന്തൊക്കെയാ പ്രത്യേകത നോക്കെ. യഥാർത്ഥ നാമം ഗോദവർമ്മ രാജ എന്നതാണ് GV രാജ. കേരളത്തിന്റെ പിതാവെന്നും കേരള ടൂറിസത്തിന്റെ പിതാവ്, ഇത് പറഞ്ഞു പോരുതേ, കേരള ടൂറിസത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നതും കേരളത്തിന്റെ പിതാവ് ആരാണ്? നമ്മുടെ GV രാജയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റും ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലാണ് പിന്നീട് കേരള സ്പോർട്സ് കൗൺസിലായിട്ട് മാറ്റുന്നത്. അപ്പൊ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനായിട്ടൊക്കെ അറിയപ്പെടുന്നത് GV രാജയാണ്. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് രൂപീകരിച്ചു. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയിലെ ആദ്യമായി എത്തുന്ന അംഗമാകുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ GV രാജയാണ്. ഇനി ഒളിമ്പിക്സിലെ മലയാളി സാന്നിധ്യത്തെ കുറിച്ച് നോക്കാം. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? 1924 പാരീസ് ഒളിമ്പിക്സിൽ CK ലക്ഷ്മണനാണ് ആദ്യമായി പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത നമ്മുടെ PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സ്. 80ഉം 84ഉം തിരിഞ്ഞു പോരുത് PT ഉഷയ്ക്ക്. കാരണം എന്താ? 84ലാണ് അവർ ഫൈനലിലെത്തി 4ാം സ്ഥാനം എത്തുന്നത്. അതുകൊണ്ട് പങ്കെടുത്ത എന്ന വരി വരുമ്പം 80 മോസ്കോ ഒളിമ്പിക്സ്. ഒന്നും കൂടെ പറഞ്ഞേ. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ? PT ഉഷ. ഏത് വർഷമാ? 1980 മോസ്കോ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? അത് മാനുവൽ ഫെഡറിക്. ഹോക്കി 72ലാണ്. അതായത് 2 മലയാളികൾക്കല്ലേ ഒളിമ്പിക്സിൽ ഇതുവരെ മെഡൽ കിട്ടിയിട്ടുള്ളൂ. 2 പേര് ഹോക്കി താരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ 2 മലയാളികൾ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് മാനുവൽ ഫെഡറിക്കും 2 PR ശ്രീജേഷുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച ആദ്യത്തെ മലയാളി മാനുവൽ ഫെഡറിക് ഹോക്കിയിൽ 72ലാണ്. രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ് 2020ലാണ്. 2020 24 അടുപ്പിച്ചും കിട്ടിയിട്ടുണ്ട്. PR ശ്രീജേഷ് 2020ലാണ്. അതൊന്ന് പഠിച്ചു നോക്കണേ. ഇനി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത കണ്ടോ? PT ഉഷ 84 ലോസ് ഏഞ്ചൽസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 80 മോസ്കോ ഒളിമ്പിക്സിൽ ആദ്യം പങ്കെടുക്കുന്നു. ഫൈനലിലെത്തി 4ാം സ്ഥാനം കിട്ടുന്നത് 84 മോസ്കോ ഒളിമ്പിക്സിലാണ്, അല്ല ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. 4ാം സ്ഥാനം 400 മീറ്റർ ഹഡിൽസ് ആയിരുന്നു. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. അതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 84 ലോസ് ഏഞ്ചൽസ്. അപ്പൊ PT ഉഷ ഫൈനലിൽ എത്തിയതും ഷൈനി വിൽസൺ സെമി ഫൈനലിൽ എത്തിയതും ഒരേ ഒളിമ്പിക്സാ. ഏതാ? 84 ലോസ് ഏഞ്ചൽസിലാണ്. ഇത് ഒരേ ഒളിമ്പിക്സിലാണ്. അടുത്ത ഓക്കെ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തതും ഷൈനി വിൽസനാ. ഒത്തിരി ഒളിമ്പിക്സിൽ 84, 88, ഇങ്ങനെ 92 അങ്ങനെ 4 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തിയ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ മലയാളിയായ ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ പതാകേന്ത്യ ആദ്യ വനിത ഷൈനി വിൽസൺ 92 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ്. 2024 ഒളിമ്പിക്സ് ഇപ്പം നടന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലാണ്. അപ്പൊ അവസാനമായി ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ്? ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ്. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു, 3ാം സ്ഥാനം ജപ്പാനാണ്. നമ്മുടെ ഇന്ത്യക്ക് 71ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ. ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു ഈ പ്രാവശ്യത്തെ ഒളിമ്പിക്സിൽ? 71ാം സ്ഥാനം. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവുമായി 126 മെഡലുമായിട്ടാണ് എന്ത് പറയുന്നത് നമ്മൾ 1ാം സ്ഥാനം അമേരിക്കയ്ക്ക് കിട്ടുന്നത്. 2ാം സ്ഥാനം ചൈനയ്ക്ക് 40 സ്വർണം ഉണ്ടെങ്കിലും 91 മെഡലുകളേ ഉള്ളൂ. സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വരേണ്ടത് നമ്മുടെ 1ാം സ്ഥാനം. പക്ഷേ 40ആണ് 2 പേർക്കും ഉള്ളത്. അമേരിക്കയ്ക്ക് 40, ചൈനയ്ക്ക് 40. പക്ഷേ ചൈനയുടെ മെഡൽ കുറവാണ്. 91 മെഡൽ 2ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യക്ക്
51ാം സ്ഥാനം. എത്ര മെഡൽ കിട്ടി? 6 മെഡൽ, 1 വെള്ളിയും 5 വെങ്കലവുമാണ്. ചിലപ്പോൾ അതൊക്കെ LGS പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരാൻ പറ്റിയതാണ്. കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡലുകൾ എത്രയാണ്? 6 മെഡൽ, 1 വെള്ളിയും 5 വെങ്കലവും. 1 വെള്ളി കിട്ടിയത് ആർക്കാ? നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് അല്ലേ. 1 വെള്ളി കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്ര. 117 പേരുമായിട്ടാണ് ഇന്ത്യ പോയത്. 117 പേരിൽ 6 പേര് മെഡൽ ലഭിച്ചു. അതിൽ 1 വെള്ളി മെഡലാണ്. അത് നമ്മുടെ നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം കിട്ടുന്നത്. 1ാം സ്ഥാനം കിട്ടുന്നത്, അവിടെ സ്വർണം കിട്ടുന്നത് പാകിസ്ഥാൻകാരനായ അർഷാദ് നദീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു കിട്ടുന്നത്. കണ്ടോ, പാകിസ്ഥാൻ താരമായ അർഷാദ് നദീം 92.9 മീറ്റർ ദൂരം എറിഞ്ഞ് 1ാം സ്ഥാനം നേടിയായിരുന്നു. നീരജ് ചോപ്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തുടർച്ചയായി 2 ഒളിമ്പിക്സ് മെഡൽ നേടി. കഴിഞ്ഞതിൽ സ്വർണം കിട്ടി, ഇതിൽ വെള്ളി നേടി. അതുകൊണ്ട് തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടി. ഹരിയാനയിലെ പാനിപ്പട്ട് സ്വദേശിയാണ്. അപ്പൊ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തുകാരൻ? ഹരിയാനക്കാരനാണ്. ഹരിയാനയിലെ പാനിപ്പട്ടുകാരനാണ്. അപ്പൊ വെള്ളി മെഡൽ നേടിയ താരമാരാ? നീരജ് ചോപ്ര. ഏതാ ഐറ്റം? ജാവലിൻ ത്രോ. അടുത്ത ഓക്കെ, തുടർച്ചയായ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ ഇതുവരെ മെഡൽ നേടുന്ന 3 ഇന്ത്യക്കാർ എന്ന് ചോദിച്ചാൽ, തുടർച്ചയായ ഒളിമ്പിക്സിൽ, കഴിഞ്ഞ ഒളിമ്പിക്സും ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന കണക്ക് 3 പേര് കിട്ടി. സുശീൽ കുമാർ, PV സിന്ധു, നീരജ് ചോപ്ര. സുശീൽ കുമാറിനും PV സിന്ധുവിനും നീരജ് ചോപ്രയ്ക്കും തുടർച്ചയായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർത്തു വെച്ചിരിക്കണേ, അതും ചോദിക്കാം. ഇനി 2024 ഒളിമ്പിക്സിൽ ഒരാളുടെ വെള്ളി കഴിഞ്ഞ് ഇനി എത്ര ഉണ്ട്? 5 പേർക്ക് വെങ്കലം കിട്ടി. 5 പേർക്ക് വെങ്കലത്തിൽ 1 എണ്ണം ഹോക്കിയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഹോക്കിയിൽ എന്ത് കിട്ടി? നമുക്ക് വെങ്കലം കിട്ടി. സ്വപ്നിൽ കുസാലെ റൈഫിൾ, ഹോക്കിയിൽ 1ാമത്തത്. അടുത്തത് സ്വപ്നിൽ ഹുസാലെ, 2ാമത്തെ ആളിന്റെ പേരെന്താണ്? സ്വപ്നിൽ കുസാലെ, റൈഫിൾ ആയിരുന്നു. അമൻ സെഹ്റാവത്ത് ഗുസ്തിയാണ്. മനു ഫാക്കർ 2 എണ്ണം കിട്ടി. ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിളിലും എയർ പിസ്റ്റൽ മിക്സഡ് ടീമിലും മനു ഫാക്കറിന് കിട്ടി. അപ്പൊ മനു ഫാക്കറും സരബ് ജ്യോതി സിംഗുമായിരുന്നു അത്. അപ്പം 1 ഹോക്കിയില്, പിന്നെ 2ാമത്തെ വ്യക്തി സ്വപ്നിൽ കുസാലെ റൈഫിളില്, അമൻ സെഗ്രാവത്ത് ഗുസ്തിയില്, മനു ഫാക്കർ ഷൂട്ടിങ്, മിക്സഡ് എയർ പിസ്റ്റൾ ഷൂട്ടിങ് മനു ഫാക്കറും സരബ് ജ്യോതി സിംഗും. പഠിച്ചു വെച്ചിരിക്കണേ. താഴെ പറയുന്നതിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ താരങ്ങളല്ലാത്തത് ഏത്? അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഏത് ഐറ്റത്തിനാണ് എന്നൊക്കെ ചോദിച്ചാലോ എന്നല്ല, ചോദിക്കാം. പഠിക്കാനുള്ളത് നിങ്ങളുടെ കടമയാണ്. പഠിച്ചിട്ട് പോവുക. വരുമോ വരത്തില്ലയോ അതൊക്കെ പിന്നത്തെ കാര്യം. ഇതല്ലെങ്കിൽ മറ്റൊരു ഒളിമ്പിക്സിന് വരും, മറ്റൊരു ഒളിമ്പിക്സിനല്ല മറ്റൊരു പരീക്ഷയ്ക്ക് വരും. ഒളിമ്പിക് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ ഈ മനു ഫാക്കർ. മനു ഫാക്കറിന് ഈ പ്രാവശ്യം 2 മെഡൽ കിട്ടി. അവിടെ ഒരു പ്രത്യേകത ഉണ്ടോ? കൂടാതെ ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാ? മനു ഫാക്കർ. അവരും ഹരിയാന സ്വദേശി തന്നെയാണ്. അപ്പോൾ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ ആർക്ക് കിട്ടി? മനു ഫാക്കറിന് 2 വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ 2024 പാരീസ് ഒളിമ്പിക്സിൽ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചിരിക്കണേ. അടുത്ത ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ 13ാമത്തെ മെഡലാണ്. ഈ പ്രാവശ്യം നമുക്ക് ഹോക്കിയിൽ വെങ്കല മെഡൽ കിട്ടി. അങ്ങനെ മൊത്തം 13 മെഡൽ ഹോക്കിയിൽ തന്നെ ഇതുവരെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്വർണം 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം. 2024 ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ എതിരാളി സ്പെയിൻ ആയിരുന്നു. നമ്മുടെ എതിരാളി ആരെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആയിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും ഇന്ത്യയുടെ ഗോൾ കീപ്പർ നമ്മുടെ PR ശ്രീജേഷ് ആണ്. അതുകൊണ്ട് PR ശ്രീജേഷിന് ഒരു പ്രത്യേകതയുണ്ട്. തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും എന്ത് കിട്ടി? PR ശ്രീജേഷിന് മെഡൽ കിട്ടി. അപ്പൊ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മലയാളി എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ്. ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ നമ്മൾ മനു ഫാക്കറിനെയും പഠിച്ചു വെച്ചേ. ആദ്യ കായിക താരമാരായിരുന്നു മനു ഫാക്കർ എന്ന് പറയുന്നത്. ഇത് ഹോക്കിയിൽ കിട്ടുന്നതാണ്. ഒളിമ്പിക്സ് പങ്കെടുത്ത 2 മലയാളി നീന്തൽ താരങ്ങളുടെ പേര് ചോദിക്കാം. സെബാസ്റ്റ്യൻ സേവ്യർ, സാജൻ പ്രകാശ്. സാജൻ പ്രകാശ് ഇപ്പോഴാണ്, സെബാസ്റ്റ്യൻ സേവ്യർ നേരത്തെ. എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കാം. സെബാസ്റ്റ്യൻ സേവ്യർ, സാജൻ പ്രകാശ് ഒക്കെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിക്കാം. അതുകൊണ്ട് അത് നീന്തലുമായി ബന്ധപ്പെടുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയി. മറന്നു പോകരുത്, HS പ്രണോയി. ഏത് കായിക ഇനം? അത് നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ബാഡ്മിന്റൺ താരമാണ്. നേരത്തെ ബുല്ലേല ഗോപിചന്ദ് പഠിച്ചിട്ടില്ലേ, പ്രശസ്ത ബാഡ്മിന്റൺ താരം. ഇത് മലയാളി. അപ്പൊ
HS പ്രണോയിയുടെ കായിക ഇനം ഏതാണ്? ബാഡ്മിന്റൺ. സെബാസ്റ്റ്യൻ സേവിയറും സാജൻ പ്രകാശും ഏത് കായിക ഇനമാണ്? അവർ രണ്ടുപേരും നീന്തലാണ്. സെബാസ്റ്റ്യൻ സേവിയറും സാജൻ പ്രകാശും. ഒളിമ്പിക്സിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട മലയാളികൾ, ചിലപ്പം ഇന്നത് തന്നിട്ട് ഐറ്റം ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം പേരുകൾ. KT ഇർഫാൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തത്തിന് ഒളിമ്പിക്സിൽ പോയി. M ശ്രീശങ്കർ ലോങ് ജമ്പ് പരിക്ക് കാരണം പിന്മാറി. M ശ്രീശങ്കർ ലോങ് ജമ്പ്. MB ജാബിർ 400 മീറ്റർ ഹഡിൽസ്. മുഹമ്മദ് അനസ് റിലേ. അലക്സ് ആന്റണി റിലേ. അമോജ് ജേക്കബ് റിലേ. ഇത്രയും പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾ. KT ഇർഫാൻ, M ശ്രീശങ്കർ, MB ജാബിർ, മുഹമ്മദ് അനസ്, അലക്സ് ആന്റണി, അമോജ് ജേക്കബ് ആയിരുന്നു. 2028 ഇനി ഒളിമ്പിക്സ് നടക്കുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചും അടുത്ത 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലും ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ഈ വേദികൾ പഠിച്ചു വെച്ചിരിക്കണേ. ഇനി അടുത്ത ഒളിമ്പിക്സ് എവിടെ വെച്ചാണ്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. 2032 ഇപ്പം തന്നെ വേദി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലാണ് 2032 ഒളിമ്പിക്സ് നടക്കുന്നത്. ഓക്കെ, ഒളിമ്പിക്സ് തുടങ്ങിയത് എന്നാണ്? ഒളിമ്പിക്സ് തുടങ്ങിയത് ആദ്യം ഒരു പുരാതന ഒളിമ്പിക്സും ഉണ്ട്, നമ്മുടെ ആധുനിക ഒളിമ്പിക്സും ഉണ്ട്. BC 776 ഗ്രീസിലെ ഒളിമ്പിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഒറ്റ ദിവസമേ ഉള്ളായിരുന്നു ആദ്യത്തെ ഒളിമ്പിക്സ്, ഒറ്റ ദിവസമേ ഉള്ളായിരുന്നു. പിന്നീട് ഇപ്പം കാണുന്ന ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് ആണ്. അത് 1896 മുതലാണ്. അപ്പോൾ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് അതും ഗ്രീസിൽ തന്നെ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഗ്രീസിലെ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. 1896 ഗ്രീസിലെ ഏതൻസിൽ. ഓക്കെ, ഒളിമ്പിക്സ് ദിനം മറന്നുപോരുത്, ഉറപ്പായിട്ട് ചോദിക്കും. ജൂൺ 21 ഒളിമ്പിക്സ് ദിനം എന്നാണ്. ജൂൺ 23 ഒളിമ്പിക്സ് ദിനം എന്നെന്ന് ചോദിച്ചാൽ ജൂൺ 23 ഒളിമ്പിക്സ് ദിനം എന്നത്. നേരത്തെ 2 ദിനങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29, സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ഇപ്പൊ ഉദാഹരണം കൂടെ പഠിച്ചേരെ. ഒളിമ്പിക്സ് ദിനം എന്നെന്ന് ചോദിച്ചാൽ ജൂൺ 23. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ പിയറി ഡി കുബർട്ടിൻ. ബാരൻ പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ജെയിംസ് ബ്രണ്ടൻ കൊണോലി എന്ന് പറയുന്ന ആള്. ജെയിംസ് ബ്രണ്ടൻ കൊണോലി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ഒളിമ്പിക്സ് പതാകയുടെ നിറം ചോദിക്കാം. വെള്ള. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? ഈ വെള്ള പശ്ചാത്തലത്തിൽ 5 നിറങ്ങളോട് കൂടിയ വളയങ്ങൾ, കോർത്തിണക്കിയ വളയങ്ങൾ. അപ്പോൾ ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള. വെള്ള പശ്ചാത്തലത്തിൽ 5 വളയങ്ങൾ, 5 നിറങ്ങളിലുള്ള വളയങ്ങൾ. ആ നിറങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേരെ. മഞ്ഞ ഏഷ്യ, നീല യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. അപ്പോൾ 5 വളയങ്ങളുടെ നിറങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞ ഏഷ്യ, നീല യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് എവിടെയായിരുന്നു? അമേരിക്കയ്ക്കായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം കണ്ടോ? വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒന്നിച്ച്. കണ്ടോ? ഈ വാക്കിപ്പം കൂട്ടിച്ചേർത്തതാ ഒന്നിച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കായിക ഇനത്തിന്റെ മുദ്രാവാക്യമാണ് വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒന്നിച്ച് എന്ന് പറയുന്നത്? ഏതിന്റെ? ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം. ഇനി ഏഷ്യൻ ഗെയിംസിലേക്ക് നോക്കാം. അതിലെ മലയാളി സാന്നിധ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയത് 1951 നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത്. 1951 ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രസിഡന്റായ, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെ. അപ്പൊ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഷ്യൻ ഗെയിംസിന് ആ പേര് കൊടുത്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. പണ്ട് ഏഷ്യാറ്റിക് ഗെയിംസ് എന്നും പറഞ്ഞ് തുടങ്ങായിരുന്നേ. പിന്നീട് അതിനെ ഏഷ്യൻ ഗെയിംസ് എന്ന് മാറ്റിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഏഷ്യാഡ് എന്നൊരു അപരനാമം ഉണ്ട്. ഓക്കെ, 4 വർഷത്തിലൊരിക്കല ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ. എത്ര വർഷത്തിലൊരിക്കല? 4 വർഷത്തിലൊരിക്കൽ. ആദ്യ വിജയ് ജപ്പാൻ. അന്ന് നമുക്ക് ഈ 2ാം സ്ഥാനം കിട്ടിയത്. ഏഷ്യൻ ഗെയിംസ് തുടങ്ങുന്ന വർഷം ഇന്ത്യക്കാർ 2ാം സ്ഥാനത്തെത്തി. ആദ്യ വിജയ് ജപ്പാനാണ്. എപ്പോഴും മുന്നോട്ട് എന്തിന്റെ ആപ്തവാക്യം എന്ന് ചോദിക്കും. അപ്പോൾ എപ്പോഴും മുന്നോട്ട് ഏത് ഗെയിംസിന്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്ന് പറയുന്നത്. അപ്പം വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒന്നിച്ച്. ഇതാരുടെയാ? ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദിയാണ്. അപ്പൊ ഗുരുദത്ത് സോദി എന്തിന്റെ പിതാവാണ്? ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാണ് ഗുരുദത്ത് സോദി. എത്ര വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ്? 4 വർഷത്തിലൊരിക്കലാണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചതെന്ന 1951 എവിടെ വെച്ച് ആരംഭിച്ചത്? ന്യൂഡൽഹിയിലാണ്. ആദ്യ വിജയ് ജപ്പാൻ. രണ്ടാമത്തെ വിജയ്, 2ാം സ്ഥാനം ആർക്കായിരുന്നു? 2ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ് എന്നും വിളിക്കാമേ. ഇന്ത്യയിൽ
ഇന്ത്യയിൽ 2 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസ് നടന്നു. 1951-ലും 82-ലും. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കമൽജിത്ത് സന്ധു ആണ്. കമൽജിത്ത് സന്ധു 1970-ൽ 400 മീറ്റർ ഓട്ടം. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി TC യോഹന്നാൻ. 1974-ൽ അത്ലറ്റിക്സിൽ TC യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി. ഇതാ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി വനിത ചോദിക്കും. MD വത്സമ്മ 82. നേരത്തെ ഒരു അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി KC ഏലമ്മ. ഇവർ തമ്മിൽ തിരിഞ്ഞു പോരുത്. KC ഏലമ്മ. ഇവിടെ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത MD വത്സമ്മ 82-ലാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വെങ്കല മെഡലായിരുന്നു ഏഞ്ചൽ മേരി. 2022-ൽ ഇപ്പോൾ കഴിഞ്ഞത് ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ചൂവിലും 1-ാം സ്ഥാനം ചൈനയ്ക്ക് തന്നെയായിരുന്നു. 201 സ്വർണവുമായി 383 മെഡൽ. 2-ാം സ്ഥാനം ജപ്പാൻ, 3-ാം സ്ഥാനം ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം ജപ്പാൻ, 3-ാം സ്ഥാനം ദക്ഷിണ കൊറിയക്കായിരുന്നു കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ്. ഇന്ത്യക്ക് 4-ാം സ്ഥാനമായിരുന്നു. 28 സ്വർണവുമായി 107 മെഡലുകൾ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡലുകൾ 28 സ്വർണവുമായി 107 മെഡലുകൾ. 2026 ഏഷ്യൻ ഗെയിംസ് വേദി അടുത്ത 26-ൽ ജപ്പാനിലെ ഐച്ചി നഗോയ. 2030-ൽ ഏഷ്യൻ ഗെയിംസ് ഖത്തറിലെ ദോഹ. 2034-ൽ ഏഷ്യൻ ഗെയിംസ് സൗദി അറേബ്യയിലെ റിയാദാണ്. പഠിച്ചു വെച്ചിരിക്കണേ. വേദികൾ ചോദിക്കാം. അടുത്ത ഏഷ്യൻ ഗെയിംസ് വേദി എവിടെയാണ്? ജപ്പാനിലാണ്. 26 കഴിഞ്ഞാൽ 30-ല് ഖത്തറിലാണ്. 34-ൽ വരുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. കോമൺവെൽത്ത് ഗെയിംസിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം നോക്കാം. തുടങ്ങിയത് 30-ല് കാനഡയിലെ ഹാമിൽട്ടൺ. ജനറൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ വർഷം 30-ലെ കാനഡയിലെ ഹാമിൽട്ടൺ. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ആദ്യകാല നാമം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ ആണ്. ആഷ്ലി കൂപ്പർ. നേരത്തെ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് പഠിച്ചില്ലേ? ഗുരുദത്ത് സോദി. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ. ആപ്തവാക്യം കണ്ടോ? ഹ്യൂമാനിറ്റി, ഈക്വാലിറ്റി, ഡെസ്റ്റിനി. ഹ്യൂമാനിറ്റി, ഈക്വാലിറ്റി, ഡെസ്റ്റിനി എന്തിന്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ്. പറക്കും സിംഗ് എന്നൊരു അപരനാമം ഉണ്ട് മിൽഖ സിംഗിന്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ആദ്യ മലയാളിയും നമ്മുടെ അഞ്ജു ബോബി ജോർജ്. 2002-ൽ ലോങ് ജമ്പിലാണ്. അപ്പൊ നല്ലൊരു പോയിന്റ്. കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, ആദ്യ മലയാളി അഞ്ജു ബോബി ജോർജ്. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി കഴിഞ്ഞതിന് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചാണ് നടന്നത്. 2026 നടക്കാൻ പോകുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ എന്ന് പറയുന്ന സ്ഥലം. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ചിലപ്പം ഇപ്പം പറയുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ വെച്ചാണ് ഇത് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഒരേ ഒരു തവണയും നടന്നിട്ടുള്ളത്. ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആഫ്രിക്കയും ഏഷ്യയും തമ്മിലുള്ള ആഫ്രോ ഏഷ്യൻ ഗെയിംസ് പിന്നീട് നിർത്തലാക്കി. 2003-ൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ചായിരുന്നു. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിലെ ഹൈദരാബാദ്. ഇത് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2003-ൽ ഹൈദരാബാദിൽ വെച്ച് നടന്നു. 2 കോണ്ടിനെന്റ് 1 സ്പിരിറ്റ് മുദ്രാവാക്യം, ആപ്തവാക്യം 2 കോണ്ടിനെന്റ് 1 സ്പിരിറ്റ്. ആദ്യത്തെ വിജയി ചൈനയായിരുന്നു. ഓക്കെ. കായികമേളയിലെ കളിക്കാരുടെ എണ്ണം. ബീച്ച് വോളിബോളിൽ 2 പേര്, പോളോ കളിയിൽ 4 പേര്. ബീച്ച് വോളിബോൾ 2, പോളോ 4, ബാസ്കറ്റ് ബോളിൽ 5, വോളിബോളിലും ഐസ് ഹോക്കിയിലും 6. വോളിബോളിലും ഐസ് ഹോക്കി അറിഞ്ഞൂടെ? ഈ ലോകത്തെ ഏറ്റവും വേഗതയാർന്ന കായിക വിനോദം ഏതാ? ഐസ് ഹോക്കി. അതിൽ 6 പേരാണ്. അപ്പോൾ വോളിബോളിൽ എത്രയാണ്? 6, ഐസ് ഹോക്കിയിൽ 6. കബഡിയിൽ 7 ആണ്. കബഡി ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം ഏതെന്ന് ചോദിച്ചാൽ കബഡി അല്ലേ പറയുന്നത്? കബഡിയിൽ 7. നെറ്റ് ബോള്, ഹാൻഡ് ബോള് ഇതിലൊക്കെ 7 ആണ്. അപ്പൊ കബഡി, നെറ്റ് ബോള്, ഹാൻഡ് ബോള് ഇതിലൊക്കെ 7 ആണ്. വടംവലിയിൽ 8 പേരുണ്ട്. കോക്കോ കളിയില്ലേ? കോക്കോ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ അമേരിക്കയുടെ ദേശീയ വിനോദമാണ് ബേസ്ബോൾ. അതിലൊക്കെ 9 പേരാണ്. കോക്കോ, ബേസ്ബോൾ ഇതിലൊക്കെ എത്ര പേരാണ്? 9 പേര്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11, റഗ്ബിയിൽ 15 പേരാണ്. റഗ്ബിയിൽ എത്ര? 15. അപ്പം ബീച്ച് വോളിബോളിൽ 2, പോളോയിൽ 4. അടുത്ത ഏതാണ്? വാട്ടർ പോളോ നമ്മൾ എഴുതിയില്ലെന്ന് തോന്നുന്നു അല്ലേ? വാട്ടർ പോളോയിൽ എത്ര പേരാണ്? വാട്ടർ പോളോയിൽ
വാട്ടർ പോളോയിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ അതിലും 7 പേരാണ്. കബഡി, വാട്ടർ പോളോയിൽ എത്ര പേരാണ്? വാട്ടർ പോളോയിലും 7 പേരാണ്. അപ്പൊ ബീച്ച് വോളിബോൾ 2, പോളോ 4, ബാസ്കറ്റ് ബോൾ 5, വോളിബോൾ 6, ഐസ് ഹോക്കി 6, കബഡിയും വാട്ടർ പോളോയിലും 7, നെറ്റ്ബോൾ 7, ഹാൻഡ് ബോൾ 7, വടംവലി 8, കോക്കോ 9, ബേസ്ബോൾ 9, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി 11, റഗ്ബി 15. അടുത്തൊക്കെ PT ഉഷയെ കുറിച്ച് ചിലപ്പം ചോദിച്ചാലോ? കോഴിക്കോട് പയ്യോളി ഗ്രാമത്തിൽ ജനിച്ചു. ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 80-ലെ മോസ്കോ ഒളിമ്പിക്സും ഫൈനലിലെത്തിയത് 84-ലെ ലോസ് ഏഞ്ചൽസുമാണ്. ഇവരുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. ഇവരുടെ കായിക പരിശീലകന്റെ പേര് OM നമ്പ്യാർ എന്നതാണ്. 2022-ൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത മലയാളി ആരെയാണ്? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ആരെയായിരുന്നു? PT ഉഷയാണ്. പിന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും PT ഉഷയെ. 1983-ൽ അർജുന അവാർഡ്, 85-ൽ പത്മശ്രീ അവാർഡ് കിട്ടി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു. PT ഉഷയുടെ പേരിൽ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിയിലും. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് കൊയിലാണ്ടിയിലും PT ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. സഞ്ജു സാംസൺ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയാണ്. വിക്കറ്റ് കീപ്പറായിട്ടും ബാറ്റ്സ്മാനായിട്ടും നിൽക്കുന്നു. ആദ്യമായി ഏകദിനത്തിൽ കളിച്ചത് 2021 ജൂലൈ 23. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലെങ്ങാനും വന്നാലോ? ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. 2020 2026-ലെ വേൾഡ് കപ്പിൽ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് സഞ്ജു സാംസനാണ്. 2020 വേൾഡ് ക്രിക്കറ്റ് 5 മത്സരങ്ങളിൽ നിന്നും 321 റൺസ് നേടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ. അതുപോലെ ഏറ്റവും കൂടുതൽ സിക്സർ ഈ എഡിഷനിൽ നേടുന്ന 24 സിക്സറുകളും സഞ്ജു സാംസനാണ്. അദ്ദേഹം നയിക്കുന്ന IPL ടീം അദ്ദേഹത്തിൻ്റെത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി നേടുന്ന ക്രിക്കറ്റ് താരം. നേരത്തെയൊക്കെ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. PR ശ്രീജേഷും ഒക്കെ എറണാകുളം കൊച്ചിക്കാരനാണ്. ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു മുമ്പ്. ഗോൾ കീപ്പറാണ് ഇപ്പോൾ. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി. ആദ്യത്തെ മലയാളി ആരാ? മാനുവൽ ഫെഡറിക്. തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ മെഡൽ നേടി. 2024 ഒളിമ്പിക്സ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചു മലയാളി. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്ന് വിളിക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനാണ്. അർജുന അവാർഡ് 2015-ലും പത്മശ്രീ 2017-ലും ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2021-ലും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ LGSന് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം ഉറപ്പായിട്ട്. അഞ്ജു ബോബി ജോർജ് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. അത്ലറ്റിക്സിലെ ലോക റാങ്കിങ്ങിൽ ലോങ് ജമ്പിൽ 4ാം സ്ഥാനത്തെത്തിയ ഏക ഇന്ത്യൻ താരവും അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന് വിളിക്കുന്നതും അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി നമ്മുടെ അഞ്ജു ബോബി ജോർജ് ആണ്. അർജുന അവാർഡ് 2002, ഖേൽരത്ന അവാർഡ് 2003, പത്മശ്രീ 2004 അടുപ്പിച്ച് കിടപ്പുണ്ട്. IM വിജയൻ തൃശ്ശൂർ സ്വദേശിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി IM വിജയനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം എന്ന് പറയണേ. ഫുട്ബോൾ താരം 2002. കാലഹരൻ എന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തെന്നൊക്കെ വിളിക്കുന്നതും പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടും IM വിജയനാണ്. മലബാർ സ്പെഷ്യൽ പോലീസിൽ ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡർ ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അർജുന അവാർഡ് 2003 നേടി. അർജുന അവാർഡ് നേടുന്ന ആദ്യ മലയാളി താരമെന്നും അറിയപ്പെടുന്നുണ്ട്. പ്രധാന മലയാളി കായിക താരങ്ങൾ, കായിക ഇനങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ കയറി LGSൽ. മിന്നു മണി ക്രിക്കറ്റാണ് അല്ലേ? വയനാട് മാനന്തവാടി സ്വദേശി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയ ആദ്യ വനിത. കാഴ്ച പരിമിതരുടെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസഡർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി എന്നൊക്കെ ബഹുമതി ആർക്ക് കിട്ടി? നമ്മുടെ മിന്നു മണിക്ക് കിട്ടിയിട്ടുണ്ട്. ആശാ ശോഭന അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി വനിത. 2020 ലോകകപ്പ് കളിച്ച ആദ്യ മലയാളി. ഇതൊക്കെ ആശാ ശോഭന മലയാളിയാണ്. ടിനു യോഹന്നാൻ ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും കളിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ക്രിക്കറ്റ് താരം. എസ് ശ്രീശാന്ത് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി താരം. രഞ്ജി ട്രോഫിയിൽ ഹാട്രിക് നേടിയ മലയാളി താരം. കേരള എക്സ്പ്രസ് എന്ന് വിളിക്കുന്നു. ജിമ്മി ജോർജ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രശസ്ത വോളിബോൾ താരം. കേരളത്തിലെ പ്രശസ്ത വോളിബോൾ താരം. രഞ്ജിത്ത് മഹേശ്വരി പ്രശസ്ത ട്രിപ്പിൾ ജമ്പ് താരം. കെ മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ്. KT ഇർഫാൻ നടത്തം. മയൂക ജോണി ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും. ജോൾ പോൾ അഞ്ചേരി
ഫുട്ബോൾ, ദീപിക പള്ളിക്കൽ സ്ക്വാഷ്, സെബാസ്റ്റ്യൻ സേവിയർ നീന്തൽ, സാജൻ പ്രകാശ് നീന്തൽ, HS പ്രണോയ് ബാഡ്മിന്റൺ, PC തുളസി ബാഡ്മിന്റൺ, ഗീത അന്ന ജോസ് ബാസ്കറ്റ്ബോൾ, ഷറഫ് അലി ഫുട്ബോൾ, സ്പോർട്സ് കൗൺസിലിന്റെ മുമ്പത്തെ പ്രസിഡന്റ് ആയിരുന്നു, നരേൻ കാർത്തികേയൻ ചെസ്, CV പാപ്പച്ചൻ തിരുവല്ല പാപ്പൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഫുട്ബോൾ, ഇതൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് 3 കായിക ഇനങ്ങളുടെ അപരനാമം ഉണ്ടോ. മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്നത് വോളിബോൾ, പൂന ഗെയിം എന്നറിയപ്പെടുന്നത് ബാഡ്മിന്റൺ, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ടേബിൾ ടെന്നീസ്. അപ്പം മിൻഡോനെറ്റ് ഏതാ വോളിബോൾ, പൂന ഗെയിം ഏതാ ബാഡ്മിന്റൺ, പിങ് പോങ് എന്നറിയപ്പെടുന്നത് ഏതാ ടേബിൾ ടെന്നീസ് ആണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി കായിക താരം MD വത്സമ്മ. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയും MD വത്സമ്മ. പലരും PT ഉഷ എഴുതിക്കളെ, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി കായിക താരം MD വത്സമ്മയാണ്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ ബിന്ദ്രയാണ്. സ്വർണം നേടിയ, അത് ഷൂട്ടിങ്ങിൽ നേടി. നിങ്ങൾ വിചാരിക്കും നീരജ് ചോപ്രയാണെന്ന്. അത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സ് മെഡൽ സ്വർണം നേടുന്ന ആദ്യക്കാരൻ അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലഖേര. പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയും അവനി ലഖേരയാണ്. ഇത് പഠിച്ചു വെച്ചിരിക്കണേ. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലഖേര. പാരാഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും അവനി ലഖേരയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ഇന്ത്യക്കാരൻ KD ജാദവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായി വ്യക്തിഗത. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരി മിതാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റനും മിതാലി രാജാണ്. ലോക ഫുട്ബോൾ ദിനം മെയ് 25, ഒളിമ്പിക്സ് ദിനം ജൂൺ 23 ഭാരതരത്ന നേടുന്ന ആദ്യ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ഭാരതരത്ന നേടുന്ന ആദ്യത്തെ കായിക ദിനം സച്ചിനാണ്. സച്ചിന്റെ ആത്മകഥയുടെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നതാണ്. കപിൽ ദേവിന്റെ ആത്മകഥയുടെ പേര് സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട്. മേരി കോമിന്റെ ആത്മകഥയുടെ പേര് അൺബ്രേക്കബിൾ. ഇത് 3 ആവർത്തിക്കും. സച്ചിന്റെ ആത്മകഥയുടെ പേര് പഠിച്ചു നോക്കണേ, പ്ലേയിങ് ഇറ്റ് മൈ വേ ആണ് സച്ചിന്റെ ആത്മകഥയുടെ പേര്. ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട ആദ്യ മലയാളി സുനിൽ വത്സനാണ് ആദ്യ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചത്. ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചത് ശ്രീശാന്ത്. ലോകകപ്പ് ഫൈനലിൽ കളിച്ച മലയാളി താരവും ശ്രീശാന്താണ്. ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ടിനു യോഹന്നാനാണ്. ടെസ്റ്റിലും ലോകകപ്പിലും 50ലധികം വിക്കറ്റ് നേടിയ മലയാളി ശ്രീശാന്താണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം കോതമംഗലമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ നോക്കിയേ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരത്ത്, ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം, പോലീസിന്റെ അധീനതയിലുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും തിരുവനന്തപുരമാണ്. ഗ്രീൻഫീൽഡ്, ജിമ്മി ജോർജ്, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ലക്ഷ്മി ഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേര് സ്റ്റേഡിയം കൊല്ലത്തുണ്ട്. ഒളിമ്പ്യൻ സുരേഷ് ബാബുവിന്റെ പേരിലും ഇൻഡോർ സ്റ്റേഡിയം കൊല്ലത്തുണ്ട്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളം, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം ഇന്റർനാഷണൽ സ്റ്റേഡിയം എറണാകുളം കലൂര്, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതെന്ന് വെച്ചാൽ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം വയനാട്, VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്, ശ്രീനാരായണ നഗരം ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്, VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കണ്ണൂര്. ദേശീയ ഗെയിംസ് അടുത്ത നടക്കുന്നത് ഇപ്പം നടന്നത് 2025 നടന്നത് 1ാം സ്ഥാനം സർവീസസിനും കേരളത്തിന് 14ാം സ്ഥാനമായിരുന്നു ദേശീയ ഗെയിംസിൽ. ദേശീയ ഗെയിംസ് അടുത്ത നടക്കുന്നത് മേഘാലയയിൽ വെച്ചാണ്. അപ്പോൾ 2025 അടുത്ത 26, 27 എന്നാണ് പറയുന്നത്. 2 വർഷം കൂടുമ്പോഴേ ദേശീയ ഗെയിംസ് 2026 നടക്കുന്നത് മേഘാലയയിലും. ദേശീയ ഗെയിംസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഉത്തരാഖണ്ഡ്. 1ാം സ്ഥാനം സർവീസസിനും കേരളത്തിന് എത്ര കിട്ടി? കേരളത്തിന് 14ാം സ്ഥാനമായിരുന്നു ദേശീയം. കേരളത്തിന്റെ കായിക തലസ്ഥാനം ഏതാണ്? എറണാകുളം കോതമംഗലം. ഒരുവിധം കായികവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഒത്തിരി ക്ലാസ് ആവർത്തിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് കുറേ അങ്ങ് എഴുതിയത്. ബോറടിച്ചങ്ങ് മരിച്ചു കാണും അല്ലേ? ഞാൻ തന്നെ മരിച്ചു ഇങ്ങനെ പറഞ്ഞു പാടും. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എന്തായാലും ചിലപ്പോൾ ചോദിച്ചാലോ. ഇതൊക്കെ ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ലേഡീസൊക്കെ ഇതങ്ങ് ഒഴിവാക്കി കളയും. അതുകൊണ്ട് നേരത്തെ അങ്ങ് പഠിച്ചൊതുക്കിയ പരീക്ഷ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിവിഷൻ കിട്ടുമല്ലോ. പല തവണ അത് റിവിഷൻ ആകുമ്പോൾ ആ പേരുകൾ അങ്ങ് ലയിക്കും. നമുക്ക് എന്താ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ കായികവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഡീപ്പായിട്ട്
ഡീപ്പായിട്ടൊന്നും എഴുതിയില്ല. എഴുതാൻ നോക്കിയാൽ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രയോജനപ്പെടുന്ന LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായ കുറേ കാര്യങ്ങൾ ഇതൊന്നും ആയിരിക്കത്തില്ല. നിങ്ങളെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പഠിക്കുക. ഞാനും ഒരു കായിക അധ്യാപകനല്ലല്ലോ. ഏറ്റവും മെയിൻ ഇപ്പോഴും അടുത്ത കാലങ്ങളിൽ ചോദിക്കുന്നതും പണ്ട് തൊട്ടേ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യനുകളാണ്. കായികവുമായി ബന്ധപ്പെട്ട് മാക്സിമം എഴുതിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയും അടുത്ത നല്ലൊരു പോർഷൻസുമായിട്ട് റിവിഷൻ പോർഷനുമായിട്ട് കൊണ്ടുവരാം. പരീക്ഷ അടുക്കും തോറും ഫുൾ റിവിഷൻ ആയിരിക്കും. അതിന് മുമ്പ് ഇങ്ങനെയുള്ള പോർഷൻസ് അങ്ങ് പഠിപ്പിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.